ഈ സത്യത്തിൽ 4ാമത്തെ ദിവസമാണ് കേട്ടോ സപ്താഹത്തിന്റെ. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയാലോ? അങ്ങനെ ഇതേ 4ാമത്തെ ദിവസമായി. ഇന്ന് കൃഷ്ണൻ്റെ ജനനവും അതുപോലെ തന്നെ പിറന്നാളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഥ കേട്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ട്. അപ്പോൾ ഇന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ്. അച്ചാറും പഴവും പിന്നെ സേമിയും റവയൊക്കെ ഉള്ളൊരു ഉപ്പുമാവായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകും. ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, കാരണം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നേരെ ക്ലാസ്സിനാണ് പോയത്. അത് കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ആയി, ഞങ്ങളൊക്കെ ഫ്രഷ് ഒക്കെ ആയി. പിന്നെ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ കേട്ടോ. അമ്പലത്തിലെത്തി നമ്മൾ നേരെ വഴിപാട് ഷീട്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ദിവസം ഓരോ പ്രധാന വഴിപാടാണ്. ഇന്ന് തട്ട് സമർപ്പണമാണ് കേട്ടോ. വന്ന പട്ടും താമരയും പഴവും കൽക്കണ്ടും മുന്തിരിയും വെണ്ണയ്ക്കായിരുന്നു കേട്ടോ പട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ അവിടെ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു സമയമൊക്കെ. അതുപോലെ തന്നെ ഈ മെയിൻ ഡേയ്സിലൊക്കെ കുറേ വൈകിട്ടാണ് കഴിയാറ്. നമ്മളൊരു 9 മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ വീട്ടിലെത്തുമ്പോൾ. ഇപ്രാവശ്യം ആ ഒരു കഥയെ പറയുന്നതൊക്കെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണൻ്റെ പിറന്നാളൊക്കെ ആണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്യൂ നിന്ന് പ്രസാദും പിന്നെ നമ്മളെ സമർപ്പിച്ച പട്ടൊക്കെ നമുക്ക് തിരിച്ചു തരും കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി ഇപ്പം മധുരമായിട്ട് മിഠായും കിട്ടി. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.